ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാൽക്കപ്പ ഉണ്ടാക്കുകയാണ്. എല്ലാവർക്കും നല്ല സുപരിചിതമായ ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പ. അതിനായിട്ട് ഞാൻ വലിയൊരു കപ്പ മേടിച്ചിട്ടുണ്ട്. നല്ല പച്ചക്കപ്പയാണ്. എന്താ വലിപ്പം നോക്കിയല്ലേ, വലിയ കപ്പയാണ്. നമുക്കത് ആദ്യം തന്നെ അരിഞ്ഞ് ചെറിയ പീസുകളാക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ കപ്പയൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് നുറുക്കി നന്നായിട്ട് കഴുകി വാരിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുക്കറിലിട്ട് വേവിക്കാം. നമ്മുടെ പാൽക്കപ്പ കുക്കറിലിട്ട് 2 വിസിലടിച്ച് നന്നായിട്ട് വെന്തു. ഇനി നമ്മൾക്ക് ചെയ്യാനുള്ള ഒരു ഫ്രഷ് പാൻ എടുത്ത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇത്തിരി എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം ചൂടായി കഴിയുമ്പോൾ ഇത്തിരി കടുക് ഇടുക. എണ്ണ നന്നായിട്ട് ചൂടായി. ഇനി നമുക്ക് ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടതിന് ശേഷം നമുക്ക് ഇത്തിരി ചുമന്നുള്ളി വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. തീ ഇത്തിരി സിമ്മിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി ഉള്ളി ചെറുതായിട്ടൊന്ന് ചുമന്നിട്ട് ഉള്ളി നന്നായിട്ട് ചുമന്നു. ഇനി നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉപ്പിട്ട് വേവിച്ച കപ്പ അതിലേക്ക് ഇടാം. ഓക്കെ, നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചെയ്യാനുള്ളത്, ഇനി നമ്മൾ തേങ്ങാപ്പാൽപ്പൊടിയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. നല്ല തേങ്ങാപ്പാൽ കുറുക്കിയത്. നമുക്കിവിടെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. പൊടിയിലേക്ക് ചെറിയ വാം വാട്ടർ ഒഴിച്ച് നന്നായിട്ട് സ്റ്റിർ ചെയ്ത് ആ തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. ഓക്കെ, നല്ല ഫ്രഷ് തേങ്ങാപ്പാലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സിമ്മിൽ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ പിരിയും. അതുകൊണ്ട് നന്നായിട്ട് തേങ്ങാപ്പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങാപ്പാൽപ്പൊടി പാൽപ്പൊടി വെള്ളം ഒഴിച്ച് ആഡ് ചെയ്ത് ഇപ്പൊ പാകത്തിനായിട്ടുണ്ട്. അധികം വെട്ടിത്തിളയ്ക്കേണ്ട, ചെറുതായിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഒരു പാത്രത്തിലേക്ക് പകർത്തിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ പാൽക്കപ്പ. ഓക്കെ, പാൽക്കപ്പ എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിതൊന്ന് ഹായ് സുഹൃത്തുക്കളെ, നമ്മുടെ പാൽക്കപ്പ റെഡിയായി. നല്ല നെയ്മീൻ കൂട്ടി നമുക്ക് പാൽക്കപ്പ ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ. എല്ലാം അടിപൊളി. കൊടുത്തു കൂട്ടാൻ തോന്നൂല കേട്ടോ. എല്ലാവരും ഇതേപോലെ തന്നെ കറി ഒന്ന് ഉണ്ടാക്കിയതിന് ശേഷം നല്ലതാണെങ്കിൽ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. താങ്ക് യു, ബൈ.